നമസ്കാരം. +1 പ്രവേശനം ഏറ്റവും പുതിയ അറിയിപ്പാണ്. ട്രാൻസ്ഫർ പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായുള്ള ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് മുമ്പായിട്ട് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറുകൾ നടത്താൻ തീരുമാനമായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഈ ട്രാൻസ്ഫർ രണ്ടാമത് നടത്തുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ഒരു വിശദമായ വീഡിയോകൾ ചെയ്തിരുന്നു, നിവേദനങ്ങൾ കൊടുത്തിരുന്നു. അതിലെ പോരായ്മകൾ, ഏറ്റവും അവസാനം ട്രാൻസ്ഫർ നടത്തുമ്പോഴുള്ള പോരായ്മകളൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തു തന്നെയായാലും പലരുടെ ആവശ്യങ്ങളും വീഡിയോകളും ഒക്കെ ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും 120 ബാച്ചുകൾ അനുവദിച്ചിട്ടുള്ള സാഹചര്യത്തിൽ നമുക്കറിയാം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് 4 ജില്ലകളിലായിട്ട് 120 ബാച്ചുകൾ അനുവദിച്ചിട്ടുണ്ട്. അതായത് 7200 സീറ്റുകൾ പുതുതായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ആ സീറ്റുകൾ കൂടി അനുവദിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ആദ്യം തന്നെ സ്കൂള് ട്രാൻസ്ഫർ, കോമ്പിനേഷൻ ട്രാൻസ്ഫർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും സെക്കൻഡ് സപ്ലിമെന്ററി നടക്കുക. അപ്പോൾ രണ്ടാമത്തെ സപ്ലിമെന്ററി പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഒരു 4-5 ദിവസം കൂടി മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. ട്രാൻസ്ഫർ നടന്നതിന് ശേഷം മാത്രമേ സെക്കൻഡ് സപ്ലിമെന്ററി, രണ്ടാമത്തെ സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള അപേക്ഷ ക്ഷണിക്കുകയുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഒന്നാമത്തെ സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള അപേക്ഷ ക്ഷണിച്ചു, അതിന്റെ അലോട്ട്മെന്റ് വന്നു. അതിൽ കുട്ടികൾ ബുധനാഴ്ച വൈകുന്നേരം കൊണ്ട് ചേരേണ്ട കുട്ടികളൊക്കെ ചേർന്ന് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ പ്രോസസ്സ് പൂർണ്ണമായിട്ടും അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് കഴിഞ്ഞ വർഷത്തെ രീതികൾ പ്രകാരമാണെങ്കിൽ സെക്കൻഡ് സപ്ലിമെന്ററി ആണ് വരേണ്ടത്. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് ഇപ്പോൾ അറിയുന്നത് ട്രാൻസ്ഫർ ആണ് അടുത്തത് വരുന്നത്. അതിനുശേഷമായിരിക്കും സെക്കൻഡ് സപ്ലിമെന്ററി എന്നാണ്. ഈ ട്രാൻസ്ഫർ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ പോരായ്മകൾ ഉണ്ടായിരുന്നു. ട്രാൻസ്ഫർ അവസാനം നടത്തുമ്പോൾ അർഹതപ്പെട്ട കുട്ടികൾക്ക് തൊട്ടടുത്ത് സ്കൂളിൽ പ്രവേശനം കിട്ടാതെ വരികയും സെക്കൻഡ് സപ്ലിമെന്ററിയിലെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ കിട്ടുകയും ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ നിലനിന്നിരുന്നു. അപ്പൊ അതൊരു പോരായ്മയായിരുന്നു, ഒരു അനോമലി ആയിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ നിരവധി തവണ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, പലരുടെയും ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ ഉള്ള അറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉത്തരവ് പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും തീരുമാനമായിട്ടുണ്ട് ട്രാൻസ്ഫർ ആദ്യം നടത്താം. അപ്പൊ ട്രാൻസ്ഫർ പ്രതീക്ഷിക്കുന്ന കുട്ടികളൊക്കെ തന്നെ നിങ്ങൾ അതിൻ്റെ എങ്ങനെ കൊടുക്കണം, ഏത് രീതിയിൽ വേണം എന്ന കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ടുണ്ട്. എന്തു തന്നെ പറഞ്ഞാലും ട്രാൻസ്ഫർ പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രതീക്ഷ നൽകുന്ന തീരുമാനമാണ് വരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, ഈ ട്രാൻസ്ഫർ അവസാനമായിരുന്നു നടന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യത വളരെ ഒരു 20% അപ്പുറത്തേക്ക് സാധ്യതയില്ലായിരുന്നു. ഇപ്പൊ ഈ സമയത്ത് സെക്കൻഡ് സപ്ലിമെന്ററിക്ക് മുമ്പ് ട്രാൻസ്ഫർ അനുവദിക്കുകയാണെങ്കിൽ വളരെയധികം കുട്ടികൾക്ക് ഈ ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ പ്രവേശനം ലഭിക്കും. പ്രത്യേകിച്ച് 7200 സീറ്റുകളാണ് പുതിയതായിട്ട് അനുവദിക്കപ്പെട്ടത്. അതും ഈ ട്രാൻസ്ഫറിൽ വരുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സെക്കൻഡ് സപ്ലിമെന്ററി ആവുമ്പോഴേക്ക് ഏകദേശം എൻ്റെ ഒരു കണക്കനുസരിച്ച് കേരളത്തിൽ മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം 35,000-ഓളം ഒഴിവുകൾ ബാക്കിയുണ്ട്. ഇപ്പോ 7200 സീറ്റുകൾ അനുവദിച്ചതും കൂടി കൂട്ടി പറയുമ്പോൾ കേരളത്തില് മുഴുവനായിട്ട് ഒരു 35,000 സീറ്റുകൾ എല്ലാ ഗ്രൂപ്പുകളിലും കൂടിയാണ് കേട്ടോ. അത് ബയോസയൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, കൊമേഴ്സിൽ 38 ഉണ്ട്, 39 ഉണ്ട്, 10 ഉണ്ട്, 11 എല്ലാ ഗ്രൂപ്പുകളിലും കൂടിയിട്ട്, എല്ലാ കോഴ്സുകളിലും കൂടിയിട്ട് 35,000-ഓളം ഒഴിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ കുട്ടികൾക്ക് ഒരു 20% പേർക്ക് കിട്ടുവാൻ സാധ്യതയുള്ളായിരുന്നു. അതിപ്പോൾ നേരെ കുത്തനെ ഒരു 70-75% കുട്ടികൾക്കും ട്രാൻസ്ഫർ കിട്ടുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ തീരുമാനം കൊണ്ട് വരുന്നത് എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ,
അങ്ങനെയാ പറയാ. സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നാ പറയാ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്കൂളും മാറാം, കോമ്പിനേഷനും മാറാം. നിങ്ങൾക്ക് കോമ്പിനേഷൻ മാത്രമാണ് മാറണമെങ്കിൽ അത് മാറാം അതേ സ്കൂളിലേക്ക്. അല്ല നിങ്ങൾക്ക് സ്കൂൾ മാറണമെങ്കിൽ അതാവാം. അല്ല നിങ്ങൾക്ക് സ്കൂളും കോമ്പിനേഷനും മാറണമെങ്കിൽ അതാവാം. ഇതിന്റെയൊക്കെ വിശദമായ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിരുന്നു. അപ്പോ ഇതനുസരിച്ച് ഈ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനുള്ള വേക്കൻസികൾ ജൂലൈ 25-ന് പ്രസിദ്ധീകരിക്കും. ജൂലൈ 25 എന്ന് പറയുന്നത് പിന്നെ ശനിയാഴ്ചയാണ്. ജൂലൈ 25 അല്ലേ, ശനിയാഴ്ചയാണ്. നാളെ വെള്ളി 23, 24, 25. ജൂലൈ 25 ശനിയാഴ്ചയാണ്. ആ ശനിയാഴ്ച രണ്ടും വരും. ഈ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനുള്ള ഒഴിവുകളും പ്രസിദ്ധീകരിക്കും. സ്കൂൾ ട്രാൻസ്ഫർ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനുള്ള വിജ്ഞാപനം, നോട്ടിഫിക്കേഷനും വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വേക്കൻസികൾ ഉള്ളത് സഹായകരമാണ് എന്ന് വെച്ച് ഒരു സ്കൂളിൽ വേക്കൻസി ഇല്ലെങ്കിലും നമുക്ക് ആ സ്കൂളിലേക്ക് അപേക്ഷിക്കാം. അത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ ട്രാൻസ്ഫർ ആയതുകൊണ്ട് ഒരു സ്കൂളിൽ ഒരു വേക്കൻസി ഇല്ല. നമുക്ക് നമ്മുടെ വീട്ടിനടുത്തുള്ള സ്കൂളിൽ സയൻസ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പം ദൂരെയുള്ള സ്കൂളിലാണ് സയൻസ് പഠിക്കുന്നത്. അപ്പൊ അടുത്ത സ്കൂളിൽ സയൻസ് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അവിടെ ഈ വേക്കൻസി പ്രസിദ്ധീകരിച്ചതിന്റെ അടിസ്ഥാനം 25-ാം തീയതി വേക്കൻസി പ്രസിദ്ധീകരിക്കും. ആ പ്രസിദ്ധീകരിച്ചപ്പോൾ അവിടെ ഒരു വേക്കൻസിയും ഇല്ല. സയൻസിൽ ഒരു വേക്കൻസിയും ഇല്ല, കൊമേഴ്സിലും ഒരു വേക്കൻസി ഇല്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, വേക്കൻസി ഇല്ലാത്ത സ്കൂളിലേക്ക് നിങ്ങൾ കൊടുത്തിടണം. നിങ്ങൾക്കത് താല്പര്യമുണ്ടെങ്കിൽ ട്രാൻസ്ഫർ എല്ലാവരും ട്രാൻസ്ഫർ കൊടുക്കണ്ട കേട്ടോ. ഞാനിത് പറയുമ്പോൾ എല്ലാവരുടെയും തെറ്റിദ്ധാരണ ഇതാ, എല്ലാവരും ഒന്നും ട്രാൻസ്ഫർ കൊടുക്കണ്ട. ട്രാൻസ്ഫർ കൊടുക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ മാത്രം ട്രാൻസ്ഫർ കൊടുത്താൽ മതി. അങ്ങനെ വേക്കൻസി ഇല്ലാത്ത സ്കൂളിലേക്ക് നിങ്ങൾ കൊടുത്തിടണം. എന്തുകൊണ്ടാണ് അവിടെ സംഭവിക്കാന്ന് പറഞ്ഞാൽ, ആ സ്കൂളിൽ നിന്ന് ഒരു 3 പേര് പോയി എന്ന് വെച്ചോ വേറൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ, അവിടുന്ന് പലരും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ സ്കൂളിൽ നിന്ന് 3 പേര് ട്രാൻസ്ഫറിന് കൊടുത്തു, അവർക്ക് കിട്ടുകയാണെങ്കിൽ ആ സ്കൂളില് സയൻസിൽ 3 ഒഴിവ് വരികയാണ്. ആ 3 ഒഴിവിലേക്ക് നമ്മൾ കൊടുത്തവരെ പരിഗണിക്കും, വേക്കൻസി വേണ്ട. അപ്പൊ നമ്മൾ പോയ സ്കൂളിൽ എവിടുന്നാണോ നമ്മൾ പോകുന്നത് ആ സ്കൂളിലേക്ക് മറ്റ് സ്ഥലത്ത് നിന്ന് 3 പേര് വരും. ഈ രീതിയിലാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സപ്ലിമെന്ററി അലോട്ട്മെന്റ് പോലെ അല്ല ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ കൊടുക്കാൻ ഒരു സ്കൂളിൽ വേക്കൻസി വേണമെന്നില്ല. എന്നാൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേക്കൻസി വേണമായിരുന്നു. വേക്കൻസി ഇല്ലാത്ത സ്കൂളിൽ സപ്ലിമെന്ററിക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. ഫസ്റ്റ് സപ്ലിമെന്ററിയാ കഴിഞ്ഞത്, അന്നേരം കഴിയുമായിരുന്നില്ല. സെക്കൻഡ് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. സെക്കൻഡ് വരുമ്പോഴും വേക്കൻസി ഉള്ളിടത്ത് മാത്രമേ ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോ ഇപ്പോ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു അനൗദ്യോഗിക വിവരം അനുസരിച്ച് ഈ പുതുതായിട്ട് അനുവദിച്ച 7200 സീറ്റുകളിലേക്കും ട്രാൻസ്ഫർ കൊടുക്കാം എന്ന രീതിയിലാണ് നോട്ടിഫിക്കേഷൻ വരിക എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ എങ്കിൽ പോലും ഒരു 100% ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. എന്നാലും ട്രാൻസ്ഫർ ആദ്യം തന്നെയാണ് എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പ് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ ഏറ്റവും പുതിയ വിവരം. അപ്പൊ ഞാൻ ഇന്നലെ വിശദമായിട്ടുള്ള ട്രാൻസ്ഫറിനെ സംബന്ധിച്ച ഒരു വീഡിയോ വിശദമായിട്ട് ഇട്ടിരുന്നു. അത് നിങ്ങൾ കേൾക്കണം, ആ ട്രാൻസ്ഫറിനെ പറ്റി അറിയണമെന്നുള്ളവർക്ക്. അതിൽ പറയാത്ത ഒരു കാര്യം കമന്റ് ബോക്സിൽ കുറച്ച് കുട്ടികൾ ചോദിച്ചിരുന്നു. അത് ഇതായിരുന്നു, ഒരു സ്കൂളില് ഒരു എക്സാമ്പിളാണ്, ഒരു സ്കൂളില് ഒരു കുട്ടി ഹ്യൂമാനിറ്റീസിന് പഠിക്കുന്നു. ഒരു സ്കൂളിൽ ഒരു കുട്ടി എ എന്ന് പറയുന്ന സ്കൂളിൽ ഹ്യൂമാനിറ്റീസിന് പഠിക്കുകയാണ്. നിങ്ങൾക്ക് ബി എന്ന് പറയുന്ന മറ്റൊരു സ്കൂളിൽ കൊമേഴ്സും കൊടുക്കണം ഹ്യൂമാനിറ്റീസും കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്ന് ഒരുമിച്ച് കൊടുക്കാം. നിങ്ങൾ ഒരു സ്കൂളിൽ ഹ്യൂമാനിറ്റീസിന് പഠിക്കുന്നു, നിങ്ങൾക്ക് അടുത്ത സ്കൂളിൽ സയൻസും ഹ്യൂമാനിറ്റീസും കൊമേഴ്സും വേണേൽ കൊടുക്കാം. ഒരുമിച്ച് കൊടുക്കാം. അക്കൂട്ടത്തില് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള വേറൊരു സ്കൂളിലേക്കും സയൻസും ഹ്യൂമാനിറ്റീസും കൊമേഴ്സും കൊടുക്കാം. അതുകൂടാതെ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ, ഇപ്പൊ പഠിക്കുന്ന സ്കൂളിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ആണല്ലോ, അവിടെ ഒരു കൊമേഴ്സും കൂടി വേണമെങ്കിൽ കൊടുക്കാം. ഇന്നതേ കൊടുക്കാവുള്ളൂ എന്നില്ല, ഇന്ന സ്കൂളിലേ കൊടുക്കാവുള്ളൂ എന്നില്ല. ഏത് സ്കൂളിലേക്കും ഏത് കോഴ്സിനും എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാം. ഇതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഒറ്റക്കൂടി,
നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച സ്കൂളിലേക്ക് ഏത് കോഴ്സിനും കൊടുക്കാം, പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലേക്ക് ഏത് കോഴ്സിനും കൊടുക്കാം. അല്ല, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിന്റെ തൊട്ടടുത്ത സ്കൂളിലേക്ക് ഏത് കോഴ്സിനും ഒരുമിച്ച് കൊടുക്കാം. അതിൻ്റെ അടുത്ത സ്കൂളിലേക്ക് എല്ലാ കോഴ്സിനും കൊടുക്കാം. നിങ്ങളുടെ അമ്മയുടെ ഒരു ബന്ധുവിന്റെ വീടുണ്ട് തൊട്ടടുത്ത ജില്ലയിൽ, ആ ജില്ലയിൽ അടുത്തുള്ള സ്കൂളിലേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. എല്ലാം HSCAP വഴി നമുക്ക് കൊടുക്കാവുന്നതാണ്, ഓൺലൈനായിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഈ ഓപ്ഷൻ നേരത്തെ ചെയ്തല്ലോ, അതുപോലെ ട്രാൻസ്ഫറിനുള്ള ഓപ്ഷനും നിങ്ങൾ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ നിലവിൽ ഒരിടത്ത് പ്രവേശനം കിട്ടിയവർക്കും മാത്രമേ ട്രാൻസ്ഫർ ഉള്ളൂ കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കണം. പ്രവേശനം കിട്ടാത്തവർക്ക് ട്രാൻസ്ഫർ ഇല്ല ഇതുവരെ. ഇപ്പോ ആർക്കൂടി അപേക്ഷിക്കാം. ഇപ്പോ ഒന്നാമത്തെ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പ്രവേശനം കിട്ടിയവർക്കടക്കം നമുക്ക് ട്രാൻസ്ഫറിന് കൊടുക്കാം. അത്രയും ഇതാണ്. ഏത് ജില്ലയിലേക്കും നമുക്ക് കൊടുക്കാം. ജില്ലയ്ക്ക് വേറെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ വേറെ ഒരു ലോഗിൻ സൃഷ്ടിക്കുവോ അതൊന്നും വേണ്ട. ഇത് കഴിഞ്ഞ കൊല്ലത്തെ വെച്ചാൽ പറയുന്നത് നോട്ടിഫിക്കേഷൻ 25-ാം തീയതി വരുമ്പോൾ ചെറിയ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന് നിങ്ങൾ തയ്യാറായിരിക്കുക. ഈ ഓപ്ഷൻ എങ്ങനെ നിങ്ങളിപ്പോ ചോദിച്ചല്ലോ, ഈ സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് എന്ന് അടുത്ത സ്കൂളിലെ ഹ്യൂമാനിറ്റീസിലേക്കും കൊമേഴ്സിലേക്കും സയൻസിലേക്കും കൊടുക്കാൻ എങ്ങനെയാണ്? ഒന്നുമില്ല. നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ സ്കൂൾ കോഡ് വെക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂൾ ഏതാണ്, അവിടുത്തെ കോഴ്സ് ഏതാണ്, നിങ്ങളുടെ തൊട്ടടുത്ത സ്കൂളിലെ കൊമേഴ്സ് ആണെങ്കിൽ അത് ഒന്നാമത്തെ ഓപ്ഷനായിട്ട് നിങ്ങൾ വെക്കുന്നു. സ്കൂൾ കോഡ് എഴുതുന്നു. നിങ്ങൾ തൊട്ടടുത്ത് 39 എന്ന് വെക്കുന്നു. 39 എന്താ? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ കൊമേഴ്സ്. അതിൻ്റെ താഴെ അടുത്തത് വെക്കുക. അങ്ങനെ ഒരു സ്കൂൾ മാത്രം വെക്കാം, ഒരു കോഴ്സ് മാത്രം വെക്കാം, 5 എണ്ണം വെക്കാം, 10 എണ്ണം വെക്കാം, എത്ര വേണമെങ്കിലും വെക്കാം. പക്ഷെ ട്രാൻസ്ഫർ ആണ്. നമ്മൾ അത് കണ്ടമാനം വെച്ചിട്ട് നമ്മൾ കുളവാക്കരുത്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം, ആവശ്യമുള്ള സ്കൂൾ മാത്രം, താല്പര്യമുള്ള സ്കൂൾ മാത്രം, താല്പര്യമുള്ള കോഴ്സ് മാത്രമേ ഓപ്ഷനിൽ വെക്കാവൂ. മറ്റൊരു കാര്യം, ഉറച്ച തീരുമാനത്തോടു കൂടി മാത്രമേ ഇത് ചെയ്യാവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസ്ഫർ കിട്ടിയാൽ നിർബന്ധമായിട്ട് നമ്മൾ പോയിരിക്കണം. നമ്മൾ പോരുന്ന സ്ഥലത്തേക്ക് നമ്മൾക്ക് പകരം അവിടെ വേറെ ആളെ നിയമിക്കും, വേറെ കുട്ടികളെ. അപ്പം നമ്മളെ പുറത്താക്കും. പോരുന്നില്ലേ നമ്മളെ പറഞ്ഞു വിടും. അതുകൊണ്ട് പോകാൻ കഴിയുന്നിടത്ത് മാത്രമേ നമ്മൾ അപേക്ഷിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. എത്ര സ്കൂളിലേക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം, എത്ര കോഴ്സിന് വേണമെങ്കിലും ഒരുമിച്ച് അപേക്ഷിക്കാം. നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ അടുത്ത കോഴ്സ് വേറെ കോഴ്സുകൾക്ക് ട്രാൻസ്ഫറിന് കൊടുക്കാം. ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. ജില്ല മാറിക്കൊടുക്കാം. എല്ലാം ഒറ്റയൊന്നിലാണ്. ജാതി സംവരണമോ അത്തരത്തിലുള്ള IWSO SC/ST ഭിന്നിച്ച് അത്തരത്തിലുള്ള ഒരു റിസർവേഷനും ഇതിന് ബാധകമല്ല. സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയവർക്കും റെഗുലറിൽ സ്ഥിരപ്രവേശനം നേടിയവർക്കും അപേക്ഷിക്കാം. കഴിഞ്ഞ വർഷം ഫസ്റ്റ് അലോട്ട്മെന്റിൽ മുതൽ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയവർക്ക് പോലും ചാൻസ് അപേക്ഷിക്കാനുള്ള അവസരം കൊടുത്തിരുന്നു. അത് ഇപ്രാവശ്യം ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ട്രാൻസ്ഫറിനെ പറ്റി പറയാനുള്ളത്. ബി പ്രിപ്പയർ. അപ്പം നമ്മൾ എല്ലാവരും കുട്ടികൾ അതിന് തയ്യാറായി നിൽക്കുന്നവർ, ആഗ്രഹിച്ചു നിൽക്കുന്നവർ അതിനൊന്ന് തയ്യാറായിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് 25-ാം തീയതി വന്നാൽ അതിനെ തുടർന്ന് ഞായറാഴ്ച തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് ഈ ട്രാൻസ്ഫറിനുള്ള അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഇനി ഇതുവരെ കിട്ടാത്ത കുട്ടികൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ കിട്ടാത്ത കുട്ടികളുണ്ട്. ഇതുവരെ അവരെന്ത് പ്രതീക്ഷിച്ചിരിക്കുക? രണ്ടാം സപ്ലിമെന്ററി പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികളാണ് അവർ. ആ കുട്ടികൾക്ക് 2 ചാൻസ് ഇനി ഉള്ളത്. ഒന്ന് സെക്കൻഡ് സപ്ലിമെന്ററി, 2 സ്പോട്ട് അഡ്മിഷൻ. ഈ 2 സാധ്യതകൾ കൂടി ആ കുട്ടികൾക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അവരോട് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഈ കിട്ടാത്ത കുട്ടികൾ ഇത് കണ്ടിട്ട് ആദ്യം ട്രാൻസ്ഫർ നടക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താന്ന്, അതിൻ്റെ ഒരു കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം 35,000 ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറയുന്നു 35,000 ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത് ട്രാൻസ്ഫറിന് മുമ്പ്, ഈ പുതിയ ബാച്ചുകളുടെ എണ്ണം അടക്കം. ഈ ട്രാൻസ്ഫർ കഴിഞ്ഞാലും 35,000 വേക്കൻസി തന്നെ ഉണ്ടാവും. ഒരു ട്രാൻസ്ഫർ നടക്കുന്നത് ഒരു സ്ഥലത്ത് നിന്ന്, ഒരു സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് മാത്രമേ മാറുന്നുള്ളൂ. പുതിയതായിട്ട് ഒരു കുട്ടിയെ പോലും നമ്മൾ പ്രവേശിപ്പിക്കുന്നില്ല. നിലവിൽ പ്രവേശിച്ച കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആകെ വേക്കൻസി ഇപ്പോൾ ഉള്ളത് തന്നെ അന്നേരം ഉണ്ടാവും. ഒരു ഒഴിവ് പോലും കുറയില്ല.
മനസ്സിലായല്ലോ. അപ്പൊ ട്രാൻസ്ഫർ, പിന്നെ എന്താ ട്രാൻസ്ഫറിലുള്ളത്? ഈ സ്കൂളിലുള്ള വേക്കൻസി ചിലപ്പോൾ അടുത്ത സ്കൂളിലേക്ക് മാറും, അടുത്ത സ്കൂളിലുള്ള വേക്കൻസി വേറൊരു സ്കൂളിലേക്ക് മാറും. എന്നാൽ ടോട്ടൽ വേക്കൻസിയുടെ എണ്ണോ അതിനൊരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല. 35,000 ഇപ്പോൾ ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ കഴിയുമ്പോഴും 35,000 തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഇതുവരെ പ്രവേശനം കിട്ടാത്ത കുട്ടികൾ ഒരു ടെൻഷനും അടിക്കണ്ട. അവർക്ക് ആകെയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു 4-5 ദിവസം കൂടി മുമ്പോട്ട് പോകും എന്ന് മാത്രമേ ഉള്ളൂ. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന കാര്യം ഞാൻ, അതും അവരെ സംബന്ധിച്ച് സന്തോഷപ്രദമായ കാര്യമാണ്, അതും കൂടി ഞാനിവിടെ പറയുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് സംശയം, ഏതിനും മറുപടി പറയും, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാൻ ഇതിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയണ്ടേ, ഈ +1 അഡ്മിഷനൊക്കെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പ്രശ്നം? ഇവിടെ ജൂലൈ 25 ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞാൻ പുതിയതായിട്ട് അന്നേരം ഒരു ഈ ട്രാൻസ്ഫറിന് വേണ്ടി മാത്രം ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് ഇട്ട് തരാം. അങ്ങനെ ഇടാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് മാത്രം കണ്ട് അവരെ മുമ്പോട്ട് പോകുന്ന ഒരുപാട് കുട്ടികളും രക്ഷിതാക്കളും ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അവർക്ക് കൃത്യമായ അറിയിപ്പുകൾ അത് തുടക്കം മുതലേ ഉണ്ടായിരുന്നു, അത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടി വിശദാംശങ്ങൾ ഞാൻ ഇടുന്നതായിരിക്കും. ഇതൊരു പുതിയ അറിയിപ്പായതുകൊണ്ട് സാധാരണ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.